ഇത് പൊട്ടിപ്പോകാതിരിക്കാനാണോ? ആ പൊട്ടിപ്പോയാൽ ഇങ്ങനെ ചിലപ്പം പൊളന്നിങ്ങോട്ട് പോരും. ഇനി ഇതിൻ്റെ ഈ ഹോൾ ഇടുന്നതേ, ഇതിൻ്റെ ഈ എല്ലാ ബാമ്പുവിനും ഒരു നല്ലൊരു പോയിന്റ് ഉണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ ഇടും? ഹോൾഡാണല്ലേ ഇത് സ്റ്റവ് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. നമുക്കിത് കമ്പി ചൂടാക്കണം. ഇത് കൂടെ എയർ പോകരുത്. ഡ്രില്ലർ വെച്ച് ചെയ്യുമ്പം ശരിക്കും ഡാമേജാണ് ചെയ്യുന്നത്. നല്ല ഇളക്കം തട്ടു വരും. നമ്മൾ ഓരോ പ്രാവശ്യം ഡ്രില്ല് ചെയ്യുമ്പോൾ എൻ്റെ ബാമ്പൂസ് എല്ലാം ലൂസായി അതിൻ്റെ ഡെൻസിറ്റിയും പോയി ശരിക്കും ഒരു ഡെഡ് ആകും ബാമ്പു. ഇത് കേരളത്തിലെ ബാമ്പു. ഇതിന് മുട്ടുണ്ട്, ഇതുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ക്ലോസ്ഡാണ്, നാച്ചുറലി ക്ലോസ്ഡാണ്. ഒരു ഫ്ലോയിലൊക്കെ വായിക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് എത്തണം. അല്ലാതെ ഒരു നോട്ട് വായിച്ചിട്ട് അടുത്ത നോട്ട് വായിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരരുത്. 24 ഫ്ലൂട്ടാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ചെക്ക് ചെയ്ത് ഇത് എ ഷാർപ്പ്. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ലോകം അല്ലേ? അതെ അതെ. ആലപ്പുഴയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്രയും നന്നായി ഫ്ലൂട്ട് ഉണ്ടാക്കുന്ന സ്ഥലം. അതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ എല്ലാ ജില്ലയിൽ നിന്നും എത്തിക്കഴിഞ്ഞു. ഓടക്കുഴൽ വിദ്വാന്മാരെല്ലാം ഇവിടെ എത്തും. അതെ അതെ, നമ്മൾ എത്തിക്കും. ഇത് പൊട്ടിപ്പോകാതിരിക്കാനാണോ? പൊട്ടിപ്പോയാൽ ഇങ്ങനെ ചിലപ്പം പൊളന്നിങ്ങോട്ട് പോരും. ഇനി ഇതിൻ്റെ ഈ ഹോൾ ഇടുന്നതേ, ഇതിൻ്റെ ഈ എല്ലാ ബാമ്പുവിനും ഒരു നല്ലൊരു പോയിന്റ് ഉണ്ട്. ഇങ്ങനെ പിടിക്കുമ്പം ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ഇതിൻ്റെ ഒരു പള്ളവശം എന്ന് പറയും, അവിടെ ഹോൾഡാറില്ല. ഇല്ല, അത് മനസ്സിലാവണം അല്ലേ? അത് നമുക്ക് പിടിക്കുമ്പം മനസ്സിലാവും. അത് വായിക്കുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മളെവിടെയെങ്കിലും കൊണ്ട് ഹോൾഡായാലും അവരെടുക്കുമ്പോൾ അറിയാം. വായിച്ചു പോലും നോക്കത്തില്ല, അവർ മാറ്റി വെക്കും. അങ്ങനെ സംഭവം ഉണ്ട്. അപ്പം മൗത്ത് ഹോളിൻ്റെ ആ പോയിന്റ് വളരെ പ്രധാനം. നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, കാണാമോ? ആദ്യം നമുക്ക് കിട്ടുകയാണ് അല്ലേ? ഓരോന്നിനും കിട്ടും അല്ലേ? ഓരോന്നിനും കിട്ടും. ഇതിപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടും. പിന്നെ ഇതിന് അളവുണ്ടോ ഇങ്ങനെ അടുത്ത ഹോളിന്? അങ്ങനെ ഈ ഫിംഗർ ഹോളുകൾക്ക് അളവുണ്ട്, മൗത്ത് ഹോളിന് അങ്ങനെ അളവില്ല. എവിടെ വേണമെങ്കിലും ഇടാം. 2 ഇഞ്ചിനും 3 ഇഞ്ചിനും ഇടക്കായിട്ട് ഇടും. ഇതിൻ്റെ അഡ്ജിൽ നിന്ന് ഹോളപ്പം എങ്ങനെ ഇടും? ഹോൾഡാണല്ലേ ഇത് സ്റ്റവ് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. നമുക്കിത് കമ്പി ചൂടാക്കണം. ഈ കമ്പികളെല്ലാം ഓരോ വലിപ്പത്തിലുള്ളതാണല്ലേ? 6 mm കമ്പി മുതൽ 13 mm കമ്പി വരെ ഉണ്ട്. ഈ ഒരു ആപ്പ് അവിടെ ഈ ഫോണിൽ ഓൺ വെച്ചിരിക്കുന്നത്, അതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇതല്ലേ, ഇതിലാണ് നമ്മൾ ഫ്ലൂട്ട് ട്യൂൺ ചെയ്യുന്നത്. കാരണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ നോട്ട് കറക്റ്റ് ആണെന്ന് നോക്കണമല്ലോ. അത് ഇതിലാണ് നോക്കുന്നത്. ആപ്പും ഉണ്ട്, നമ്മൾ ട്യൂണറും ഉണ്ട്. ഇപ്പം ഇതേ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാമ്പ്. ട്രീറ്റ് ചെയ്ത് നമ്മൾ പോളിഷൊക്കെ ചെയ്ത് വെച്ചിരിക്കും. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എടുക്കുക. ഒരു 7 മാസമെങ്കിലും ഇരിക്കും. കാരണം ഇവിടെ വന്നിരുന്ന് ഉണങ്ങും. അവർ ശരിക്കും അവിടെ നിന്ന് ഉണക്കിയാ വിടുന്ന ആ സമയം വരുന്നത്, അവരുണക്കിയാ വിടുന്നത്. അല്ല, അപ്പൊ ഇവിടെ ഇല്ല, നമ്മുടെ കേരളത്തിൽ ഈ സാധനം കിട്ടാനില്ലേ? ഇല്ലില്ല, നമ്മൾ ആസാമിൽ നിന്ന് എടുക്കുന്നത്. കേരളത്തിലെ ബാമ്പു കൊണ്ട് ചെയ്യാറുണ്ട്, പക്ഷെ അത് കർണാട്ടിക് ഫ്ലൂട്ട് എന്ന് പറയും. ഇപ്പൊ ഇത് കണ്ടോ, ഇത് കേരളത്തിലെ ബാമ്പു. ഇത് നിലമ്പൂർ എന്നുള്ള ബാമ്പു. ഇതിന് മുട്ടുണ്ട്, ഇതുണ്ടോ? ഇതിന്റെ ഒരു സൈഡ് ക്ലോസ്ഡാ, നാച്ചുറലി ക്ലോസ്ഡാ. മറ്റേത് നമ്മൾ ഹോൾ ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇതുപോലെ കോർക്കുകൾ വെച്ചിട്ട്, ഇത് റബ്ബർ കോർക്കുണ്ട്, അതുപോലെ മറ്റേ ബോട്ടിൽ കോർക്കുകളുണ്ട്. ഇത് വെച്ചിട്ട് ഒരു സൈഡ് അടക്കണം അസ്സാം പാമ്പൂന്. ഇപ്പം ഇതുണ്ട്, അതെല്ലാം ചൂടായി നല്ല പഴുത്ത് റെഡ് കളറായില്ല. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേ ഏറ്റവും ചെറിയ കമ്പിമലായിട്ട് പോകും. ആദ്യം തന്നെ ഇതെടുത്ത് കുത്തിയാലും ചിലപ്പം പൊട്ടിപ്പോകും. അതുകൊണ്ട് ആദ്യം ഒരു ചെറിയ ഹോളിടും. നല്ല പുകയായിരിക്കും. ഈ മൗത്ത് ഹോളിൻ്റെ വലുപ്പവും പ്രധാനം. ഒരുപാട് വലുപ്പം കൂടി പോയാൽ ടോൺ മാറും. അതുകൊണ്ട് ഒരു മീഡിയം വലുപ്പമുണ്ട്. ചെല്ലോന്ന് പറയേ, ഞാൻ വായിച്ചിട്ട് ഇങ്ങനെ കാറ്റ് വരുന്നു, കൂടുതൽ എയർ ആയി പോകുന്നു, അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ അവർക്ക് ഇത് ടെക്നിക്കൽ അറിയില്ല. അപ്പൊ നമ്മളതിന്റെ വലിപ്പം മാറ്റും. വലിപ്പം ചെറുതായിട്ടൊന്ന് മാറിയാൽ തന്നെ ഇതിന്റെ ടോൺ മാറും. ഇതിന്റെ സൈഡിൽ കരിയൊക്കെ ഉണ്ടല്ലോ, ഇതിന് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇതിൽ കോർക്കിടണം. ഇപ്പൊ ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ കരിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ഇനി ഇതിന്റെ സൈഡിൽ കൊണ്ടാ മറ്റേ കോർക്ക് വെക്കണം. നേരത്തെ കാണിച്ച കോർക്കില്ല, അത് ഇവിടെ കൊണ്ട് വെക്കണം.
ഓപ്പോസിറ്റ് ആയിട്ട് ആ അടിയിൽ നിന്ന് കയറ്റുന്നു. അവിടുന്ന് വിടാം. ഞാൻ ശീലിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചല്ലേ. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു. കോർക്ക് ഫിക്സ് ആയി. ഇത് കൂടെ എയർ പോകരുത്. നേരത്തെ കാണിച്ച ആപ്പ്, അതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴാണ് ആവശ്യം. ഇപ്പോഴാണ് ആവശ്യം. ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് ഫ്ലൂട്ടാണെന്ന് അറിയാൻ വേണ്ടി ഇതിന്റെ ഡയമീറ്റർ എടുക്കണം. ഇന്നർ ഡയമീറ്റർ എടുക്കണം. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 20. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എ ഷാർപ്പിന്റെ. എ ഷാർപ്പിന്റെ ഫ്ലൂട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഡി ഷാർപ്പ് എന്ന് കണ്ടോ, അത് ഇ ആണ്. നമ്മൾ നേരത്തെ ഡി ഷാർപ്പ് കണ്ടില്ലായിരുന്നു, അവിടെ ഇ വന്നെ. ഈ വന്നെങ്കിൽ ഇതിന്റെ ലെങ്ത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത പരിപാടി പിന്നെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് നോക്കും. നമ്മള് കുറെ നാളായല്ലേ, എക്സ്പീരിയൻസിൻ്റെ അകത്തൊരു ഘടകമാണല്ലോ. ഇനി ഇതിന്റെ ഓരോ ഫിംഗർ ഹോളുകളെ എവിടെയൊക്കെയാണ് കിട്ടുന്നത് മാർക്ക് ചെയ്യണം. അതിന് അളവുണ്ട്. അത് നമ്മുടെ ഒരു ട്രേഡ് സീക്രട്ട് ആണ്. ഇതാണ് നമ്മുടെ ഫിംഗറുകൾ പിടിക്കുന്നത്. ഫിംഗർ ഹോൾസ് ഉണ്ടല്ലോ, ഫിംഗർ ഹോൾസ് വീഴേണ്ടത് ഈ മാർക്കിങ്ങിൽ. ട്രില്ലർ ഉപയോഗിച്ചുകൂടെ ഇതിന് ശരിക്കും? ട്രില്ലർ വെച്ച് ചെയ്താലേ അതിപ്പോ ഇത്രയും പാടില്ലല്ലോ ഞാൻ ചോദിച്ചത്. അത് ശരിയാണ്. ശരിക്കും ബാമ്പ് ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനം. ഇതിൽ ഹോൾ ഇടുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഹോൾ ഇടാനായിട്ട്. ഇത് ബാമ്പു എന്ന് പറഞ്ഞാൽ മേഡ് ഓഫ് ഫൈബേഴ്സാണ്, നാരുകൾ കൊണ്ട് ഉണ്ടാക്കിയ സാധനമല്ലേ. ട്രില്ലർ വെച്ച് ചെയ്യുമ്പം ശരിക്കും ഡാമേജ് ആയി ചെയ്യുന്നത്. നല്ല ഇളക്കം തട്ടും. ഓരോ പ്രാവശ്യം ഡ്രിൽ ചെയ്യുമ്പോഴും ഇതിന്റെ ഉള്ളിലുള്ള ഫൈബേഴ്സ് എല്ലാം നല്ല ഇളക്കം. ബാമ്പു ലൂസാകും. ഇത് ടൈറ്റായിട്ട് ഇതിൻ്റെ നല്ല ഡെൻസിറ്റി നല്ല ടോൺ കിട്ടത്തുള്ളൂ. നമ്മൾ ഓരോ പ്രാവശ്യം ഡ്രിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാമ്പൂസ് എല്ലാം ലൂസായി അതിൻ്റെ ഡെൻസിറ്റിയും പോയി ശരിക്കും ഒരു ഡെഡ് ആകും ബാമ്പു. ആദ്യം നമ്മൾ ഇട്ടത് ഈ ഹോളായിരുന്നു, അതിൽ എഫ്, അത് കഴിഞ്ഞ് ജി, അത് കഴിഞ്ഞിട്ട് എ, അത് കഴിഞ്ഞിട്ട് എ ഷാർപ്പ്. അത് നമ്മുടെ ഒരു ഫ്ലോയിലൊക്കെ വായിക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് എത്തണം. അല്ലാതെ ഒരു നോട്ട് വായിച്ചിട്ട് അടുത്ത നോട്ട് വായിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരരുത്. ഫ്ലൂട്ട് ബാലൻസ് അല്ലാതായി പോകുന്ന അങ്ങനെയാണ്. നമ്മുടെ ഒരു ബൈ ബെർത്ത് കിട്ടുന്ന ഒരു ബ്ലോയിങ് പ്രഷറുണ്ട്. ആ പ്രഷറിൽ വായിക്കുമ്പോൾ ഈ നോട്ടുകൾ കിട്ടിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ വായിക്കുമ്പോഴേക്ക്. അളവ് കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ അല്ലേ? ഹോള് കൂടിപ്പോയാലും നോട്ട് ഔട്ടായി പോകും. വലിപ്പം കൂടിപ്പോയാലും വലിപ്പം കൂടിപ്പോയാലും നോട്ട് ഔട്ടായി പോകും. നോട്ട് കയറിപ്പോയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കളയാനേ പറ്റുള്ളൂ. പിന്നെ മാറ്റാനേ പറ്റത്തുള്ളൂ. ഫ്ലൂട്ട് ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളും ഓരോ ഇതാ. ചിലർക്ക് ഫിംഗർ ഹോള് ചെറിയ ഫിംഗർ ഹോൾ വേണം, ചിലർക്ക് ഇത് കുറച്ചുകൂടെ വലുതായിരിക്കണം. ഇപ്പം ജോസേനൊക്കെ വരത്തില്ലേ, നമ്മുടെ ആലപ്പുഴ ജോസേനൊക്കെ ഭയങ്കര പ്രൊഫഷണൽ അല്ലേ? പിന്നെ പുള്ളി ഒന്നും പറയാനില്ല. അപ്പൊ അവർക്ക് ഒരു ബ്ലോയിങ് പ്രഷറുണ്ട്. അപ്പൊ അവര് നമ്മളോട് ആദ്യം പറയും അങ്ങനത്തെ ഫ്ലൂട്ട് വേണമെന്ന് പറയും. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വരുന്നവരും നല്ലോണം വായിക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ നിന്ന് കുറെ ലെസൺസ് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. ഇപ്പം ജോസിയാണ്ടൊക്കെ വന്നാൽ എനിക്ക് ഭയങ്കര ഉപകാരമായി. കാരണം അവരുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ നല്ലോണം വായിക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞ ജോസഫ് ഏട്ടൻ, പുള്ളി കുറേ ഐഡിയകൾ എനിക്ക് തന്നിട്ടുണ്ട്. പുള്ളിയാണ് മെയിൻ ഐഡിയകൾ തന്നത്. പുള്ളിയുടെ പേര് പറയാതിരിക്കാനേ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ടൈം എടുക്കും. അവർ നിന്നാണല്ലോ ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും അതൊരു സ്കൂളിംഗ് ആണ്. അവരുടെ നിന്ന് കിട്ടുന്ന ഒരു സ്കൂളിംഗ്. ഇത് ചൂടാക്കിയിട്ട് എവിടെ പോയാലും നമ്മളതൊന്നും അറിയണം അല്ലേ? അതെ, നമ്മുടെ പേരൂടെ കാണുന്നുള്ളൂ.
ആൽഫ ഫ്ലൂട്ട്സ്. ഇതിപ്പോ ടെസ്റ്റ് ചെയ്യാൻ ആളില്ലല്ലേ നമുക്ക്? ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും കിട്ടുന്ന നല്ലതായിരുന്നു. ആരും വന്നില്ല. ഒരു ഗ്രീക്ക് ഇതാണല്ലോ, ആൽഫ ബീറ്റ ഗാമ അങ്ങനെ. ദിൽജിത്ത് ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വായിക്കാൻ ഒരാളില്ലെന്ന് പറഞ്ഞില്ലേ, ഇത് ദിൽജിത്ത് അരയങ്കാവിലുള്ള വൈക്കത്ത്. പിന്നെ അവൻ അടിപൊളിയാ. ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ഇത് എ ഷാർപ്പ്. ജീവൻ വെച്ചു. അതെ അതെ എന്താ തോന്നുന്നപ്പോ? അതെ, ഭയങ്കര സന്തോഷല്ലേ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായിക്കാൻ കംഫർട്ടാണ് നമുക്ക്, ആ ടോണും എല്ലാം. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. നമ്മളിവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ലിപ്പിനൊക്കെ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നു. കംഫർട്ടാണ് മെയിൻ കാര്യം.